ഹലോ ഹായ്, ഡോക്ടർ ദീൻസ് അക്യുപഞ്ചർ സെൻറ്റർ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ബ്രോങ്കൈറ്റിസിനെ കുറിച്ചിട്ടാണ്. അതായത് നമ്മുടെ ശ്വാസകോശത്തിൽ ബ്രോങ്കിയൽ ഏരിയയിലോട്ടുള്ള ശ്വാസഗതി അത് തടസ്സപ്പെടുക. അതിനുള്ള കാരണം പ്രത്യേകിച്ചും നമ്മൾക്കറിയാം, ഈ ഫ്ലഗം തന്നെയാണ്, കഫം ആണ്. അപ്പോൾ ഇത് അവിടെ വന്നടിഞ്ഞിട്ട് നമ്മൾക്ക് ബ്രീത്ത് ഷോർട്ട്നെസ് ഉണ്ടാവുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട്, അതായത് ബ്രോങ്കിയൽ ട്രീ ഏരിയയിൽ മൊത്തമായോ ഭാഗികമായിട്ടോ ആ നാരോവിങ് അവിടെ നടക്കുകയാണ്. അപ്പോൾ നമ്മൾ ശ്വാസം എടുത്തു കഴിഞ്ഞാൽ ശ്വാസം ശരിക്കും കിട്ടൂല. അതിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു സിംറ്റംസാണ് ഈ ഡ്രൈ കഫ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഡ്രൈ കഫ് ഉണ്ടാകുന്നതോടുകൂടി തന്നെ നമ്മൾക്ക് ഈ വിറയൽ, പനി, വേദന, അതേപോലെ തന്നെ നമ്മുടെ ഈ സ്റ്റേണം ഏരിയ, ബ്രസ്റ്റ് ബോൺ, ഈ ഭാഗത്തൊക്കെ നല്ല വേദന അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ നമ്മൾ ശ്വാസം എടുത്തു കഴിഞ്ഞാൽ ആ ശ്വാസം പരിപൂർണമാവാത്ത ഒരു തോന്നൽ, ഇങ്ങനെയൊക്കെ ഈ ഒരു അസുഖത്തിൽ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അതോടൊപ്പം അനുബന്ധിച്ച് തന്നെ നമ്മുടെ ആമാശയത്തിലോ അതിൻ്റെ താഴെയായിട്ട് ചില ഗ്യാഷ്യസ് ബുദ്ധിമുട്ടുകൾ, അതേപോലെ അബ്ഡമിനൽ ഏരിയയിൽ എന്തോ ഭാരം കയറ്റി വെച്ചതുപോലെയുള്ള അനുഭവം, ഇങ്ങനെയൊക്കെ പലരിലും കാണാറുണ്ട്. അപ്പം ഈ ബ്രോങ്കൈറ്റിസിൻ്റെ സിംറ്റംസ് കാണുന്നത് എന്ന് പറഞ്ഞാൽ എല്ലാവരിലും ഒരുപോലെയല്ല. പലർക്കും പല രീതിയിലാണ് ഇതിനെ കാണപ്പെടുന്നത്. പ്രത്യേകിച്ചും ഈ ബ്രോങ്കൈറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് തരത്തിലാണ്. അത് അക്യൂട്ട് ബ്രോങ്കൈറ്റിസ് ഉണ്ട്, ക്രോണിക് ബ്രോങ്കൈറ്റിസ് ഉണ്ട്. ഈ അക്യൂട്ട് ബ്രോങ്കൈറ്റിസിലാണ് ഈ വരണ്ട ചുമ ആയിട്ട് കാണപ്പെടുന്നത്. അങ്ങനെ സിംറ്റംസ് ധാരാളമായിട്ട് കാണപ്പെടുന്നത്. പനി ഉണ്ടാകുക, അതേപോലെ തന്നെ വിറയലുണ്ടാകുക, അതേപോലെ ഈ ബ്രസ്റ്റ് ബോണിനുള്ള വേദന നന്നായിട്ടുണ്ടാവുക, ഇതൊക്കെ ഈ അക്യൂട്ട് ബ്രോങ്കൈറ്റിസിലാണ്. ഈ ക്രോണിക് ബ്രോങ്കൈറ്റിസിലാണെങ്കിൽ അധികവും കാണുന്നുണ്ട് ഈ വീസിങ് സൗണ്ടാണ്. ശ്വാസം എടുക്കുന്ന സമയത്ത് നമുക്ക് സൗണ്ട് കേൾക്കാനായിട്ട് കഴിയും. അതേപോലെ ഒരു ഡീപ്പ് ബ്രെത്ത് എടുത്ത് വിടാനായിട്ട് സാധിക്കില്ല. ഈ ഡീപ്പ് ബ്രെത്ത് എടുത്തു കഴിഞ്ഞാൽ തന്നെ അവിടെ ബ്ലോക്കാണ്, ഒബ്സ്ട്രക്ഷനാണ്, എയർവേ ഒബ്സ്ട്രക്ഷനാണ്. കാരണം കഫം അടിഞ്ഞു കൂടിയിട്ട്, അല്ലെങ്കിൽ മ്യൂക്കസ് അടിഞ്ഞു കൂടിയിട്ട്. അപ്പോൾ ഇത് കുറേ കാലങ്ങളായിട്ടുള്ള ഒരു ഹിസ്റ്ററി ഈ ക്രോണിക് ബ്രോങ്കൈറ്റിസിൻ്റെ കേസിലുണ്ടാവും, പെട്ടെന്ന് ഉണ്ടാകുന്നതല്ല. പക്ഷെ അക്യൂട്ട് ബ്രോങ്കൈറ്റിസ് ആണെങ്കിൽ ഓൺസെറ്റ് ഓഫ് ആക്ഷനിൽ ഉണ്ടാകുന്ന, അതിൻ്റെ ഒരു തുടക്കം മുതലുള്ള ഒരു ലക്ഷണമാണ് ഇതിൽ കാണിക്കുക എന്നുള്ളതാണ്. പക്ഷെ ക്രോണിക് ബ്രോങ്കൈറ്റിസിൽ നമ്മൾക്ക് ഏകദേശം ഒരു ഹിസ്റ്ററി, ഒരു 1 year ഓഫ് ഹിസ്റ്ററി അതിൽ കാണാനായിട്ട് കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ അക്യുപഞ്ചറിൽ ദ മെത്തേഡ് ഓഫ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും അക്കോർഡിംഗ് ടു ദ സിവിയോറിറ്റി ഓഫ് ദ പേഷ്യൻറ്റ്, അവരുടെ കണ്ടീഷൻ അനുസരിച്ചിട്ടാണ്. പ്രത്യേകിച്ചും ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വരുന്നത് എന്ന് പറഞ്ഞാൽ ലങ് ചാനലിലാണെങ്കിലും ചില കേസിൽ നമ്മൾക്ക് പെരികാർഡിയം ചാനൽ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ചില കണ്ടീഷനിൽ നമുക്ക് സ്പ്ലീൻ ചാനൽ, സ്റ്റൊമക് ചാനൽ, ഹാർട്ട് ചാനൽ ഒക്കെ നമ്മൾക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ആ രോഗി പറയുന്ന കാര്യങ്ങൾക്കനുസരിച്ചിട്ട്, പൾസ് ഡയഗ്നോസിസ് അനുസരിച്ചിട്ട്, ആ എനർജി ഏത് ഏരിയയിലോട്ടാണ് വീക്ക്നെസ് കൂടുതൽ കാണപ്പെടുന്നത് എന്നുള്ളതിന് അനുസരിച്ചാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. അതോടൊപ്പം തന്നെ ഈ അക്യുപഞ്ചറിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ക്രോണിക് ബ്രോങ്കൈറ്റിസിലൊക്കെ ഈ ഡീപ്പ് ബ്രെത്ത് തടസ്സപ്പെടുന്നതായിട്ട് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഈ ഡീപ്പ് ബ്രെത്ത് തടസ്സപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇവിടെ ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് നടക്കില്ല. അതായത് ആൽവിയോളാർ ലെവലിലുള്ള ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് നടക്കില്ല. അപ്പോൾ അതിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് അക്യുപഞ്ചറിൽ തന്നെ നല്ല സ്പെഷ്യൽ പോയിൻറ്റ്സുകളുണ്ട്. അതായത് ഈ ടുങ് അക്യുപഞ്ചറിലൊക്കെയുള്ള ഷൂയിജിൻ, ടോങ്, അതേപോലെ ഷൻ ഗ്വാൻ, ഇങ്ങനെയുള്ള ചില പോയിൻറ്റ്സുകൾ ഡീപ്പ് ബ്രെത്തിനെ പ്രൊമോട്ട് ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള പോയിൻറ്റ്സുകൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഡോക്ടർ ദീൻസ് അക്യുപഞ്ചർ സെൻറ്ററിൽ ട്രീറ്റ്മെൻറ്റ്, നമ്മളെ ലങ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്, പ്രത്യേകിച്ചും ബ്രോങ്കൈറ്റിസ് പോലത്തെ അസുഖങ്ങളെ നമ്മൾ നോക്കിക്കാണുന്നത് എന്നുള്ളത് പറയാനാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.